ഹലോ, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വന്നിട്ട് നമ്മൾ നിർത്തി പോകുന്നതാണ് ഗൾഫിൽ നിന്ന്. നമ്മൾ വ്ളോഗുകൾ കാണുന്നവർക്കൊക്കെ അറിയാം, ഷോർട്സും ലൈവൊക്കെ കാണുന്നവർക്ക്. അപ്പോൾ നമ്മളിവിടെ ഒരു ടാക്സി, ഓൺലൈൻ ടാക്സി ഓടാൻ വേണ്ടിയിട്ടൊരു ടാക്സി എടുത്തിരുന്നു. അപ്പോൾ ഇന്ന് അത് ഓട്ടം സ്റ്റാർട്ടിംഗ് ആണ്. ഫസ്റ്റ് ഓട്ടം സ്റ്റാർട്ടിങ്ങിന് ഇറങ്ങിയതാണ്. രാവിലെ 5 മണി ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങനെ ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു തുടക്കമാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ടാക്സി ഊബർ ഓടുന്നതിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് വ്ളോഗായിട്ട് എടുക്കാൻ ശ്രമിക്കും. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണം. അപ്പോൾ എന്നാൽ പുറപ്പെടാം. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകണം കേട്ടോ. നമുക്കിവിടെ എൻ്റെ ടൗണ് വണ്ടൂരാണ്. നമുക്കിവിടെ ഊബർ ഓടാൻ പറ്റുന്നൊരു ടൗണുള്ളത് കോഴിക്കോടാണ്. അപ്പം ഞാൻ ഇവിടുന്ന് ഇപ്പോൾ വണ്ടൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെടാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഗ്ലാസ്സൊക്കെ ഇങ്ങനെ മൂടുന്നുണ്ട്, നല്ല മഞ്ഞുണ്ട്. പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പിറകെ വരാം. അപ്പോൾ ഇപ്പോൾ 5 മണി 5:10 ആയിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങി. അപ്പോൾ ഇനി ഇങ്ങനെ കോഴിക്കോട് ടൗണിൽ പോട്ടെ. അതിൻ്റെ ഇടയ്ക്കൊന്ന് ചായ കുടിക്കണം. വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു കട്ടൻ ചായ കുടിച്ച് ഇറങ്ങിയതാണ്. ഇനി നമുക്ക് അരീക്കോടോ അവിടെ എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടൊരു ചായ കുടിക്കണം. നമ്മൾ പോരുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ താഴെ ഇങ്ങനെ ഒന്ന് സൈഡാക്കിയിട്ട് ഇവിടുന്ന് നമ്മളെ ഊബറൊക്കെ ഒന്ന് ഓണാക്കി. ഫസ്റ്റ് ഓണാക്കാൻ കേട്ടോ ഊബറും നമ്മളെ കേരള സവാരി ഓണാക്കിയാണ്. നോക്കാം ഫസ്റ്റ് ട്രിപ്പ് ഏതിലടിക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു ട്രിപ്പ് എടുത്തിട്ടില്ല. അന്ന് സ്റ്റാർട്ടിംഗ് ആണ് ഫസ്റ്റ്. ഈ ഓൺലൈൻ ടാക്സി എന്ന് പറയുന്ന പരിപാടി ഇന്ന് തുടക്കമാണ്. ഫസ്റ്റിലെ ഓട്ടം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കാതെ ഊബർ ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ കേരള സവാരി ഓൺലൈനിൽ കിടക്കുന്നുണ്ട്. രണ്ടും ഓണാക്കിയിട്ടുണ്ട്. വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും മെഡിക്കൽ കോളേജിൻ്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം കൂടി ഇവിടെ നോക്കാം, എന്നിട്ട് ഇങ്ങനെ ടൗണിലേക്ക് പോയി നോക്കാം. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ട്രിപ്പ് മീൻസ് എൻ്റെ ഓൺലൈൻ ടാക്സി ജീവിതത്തിലെ ഫസ്റ്റ് ട്രിപ്പ്, ഊബറിലെ ഫസ്റ്റ് ട്രിപ്പ്. 184 രൂപേൻ്റെ ഒരു ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി അടുത്ത ട്രിപ്പിന് വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ട്രിപ്പ് എങ്ങനെയാവും അത് എടുക്കുന്നതും അത് അക്സെപ്റ്റ് ചെയ്യുന്നതും ക്യാഷ് കളക്ട് ചെയ്യുന്നതും ഒക്കെ കൺഫ്യൂഷനായിരുന്നു. അത് ഓൺലൈൻ ടാക്സി ഓടുന്ന എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ട്രിപ്പിൻ്റെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ട്രിപ്പിനായി വെയിറ്റ് ചെയ്യാം. ഒരു ഓട്ടം കഴിഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടൊരു 145 രൂപേൻ്റെ നല്ലൊരു മലയാളിയായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു. ഇപ്പോൾ ഇൻ്റർസിറ്റി ഓണാവാത്തതുകൊണ്ടേ സിറ്റിയിലുള്ള ഓട്ടങ്ങളെ കിട്ടുള്ളൂ. ഒരു 10, 40, 50 ട്രിപ്പുകൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ ഇൻ്റർസിറ്റി ഓണാവുള്ളൂ തോന്നണം യൂബറിൽ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചു. ഓക്കെ, അടുത്ത ട്രിപ്പിനായി വെയിറ്റിംഗ്. ട്രിപ്പുകൾ പിന്നെ ഇങ്ങനെ കുറേ അടിച്ചു കേട്ടോ. കുറേ അല്ല, ഇപ്പോൾ ഒരു 4-5 ട്രിപ്പുകൾ എടുത്തു. എല്ലാം ചെറിയ ചെറിയ ട്രിപ്പുകൾ. 150, 145, 130. അപ്പോൾ ഇപ്പോൾ അടുത്ത ട്രിപ്പിന് വെയിറ്റിങ്ങിലെന്താ ആണ് ഇപ്പോൾ ഓടിയത്. സമയം ഇപ്പോൾ 11 മണി. 8 മണി ടു 11 മണി 850 രൂപക്ക് ഓടിയത്. എല്ലാം ചെറിയ ചെറിയ ട്രിപ്പുകളാട്ടോ. ഇപ്പോൾ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ ഇരിക്കണം, ഒന്നും അടിക്കണില്ല. നോക്കാം, വെയിറ്റ് ചെയ്യാം. സമയം 12:30 ആയിട്ടോ. നമ്മളൊരു 4-5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. കുറേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ
നമ്മൾ ഏണിങ്സ് 1145. അപ്പോൾ ഇനി ഞാൻ 2 ആപ്പും ഓഫ് ചെയ്തു. ഊബർ ഓഫ്ലൈനാണ്, കേരള സവാരി ഓഫ്ലൈനാണ്. അപ്പോൾ ഇനി അനിയനുണ്ട് അവിടെ കുറച്ച് ദൂരം മാറി. അപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് അവനൊന്ന് കാണുക, ഫുഡ് കഴിക്കുക, എന്നിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഇനി വൈകുന്നേരം ഇറങ്ങാം. നേരത്തെ ഓട്ടം നിർത്തിയിട്ട് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. CNG അടിക്കാൻ വേണ്ടി പമ്പിൻ്റെ ലൊക്കേഷൻ ഇട്ട് പോകുന്നു. എനിക്ക് കോഴിക്കോടുള്ള CNG പമ്പൊന്നും അറിയാത്തതുകൊണ്ട് ലൊക്കേഷൻ ഇട്ട് പോകുന്നത്. ആദ്യം വേറെ ഏതോ ഒരു ലൊക്കേഷനിൽ പോയി. അപ്പോൾ ഏതായാലും പമ്പിലെത്തി. ഇവിടെ തിരക്കാം. എൻ്റെ മുന്നിൽ എന്താ ഓട്ടോ അവിടെ ലൈനിൽ കിടക്കുന്നുണ്ട്. ഇവിടെ 2 വണ്ടിയും കൂടി മുമ്പിൽ കിടക്കുന്നുണ്ട്. CNG കഴിഞ്ഞ് 3 കട്ടായിട്ടുണ്ട്. അപ്പോൾ CNG ഫില്ലാക്കുക, ഫുഡ് കഴിക്കുക, എന്നിട്ട് പോയി റെസ്റ്റ് എടുക്കുക, എന്നിട്ട് വൈകുന്നേരം ഇറങ്ങുക. ഇന്നത്തെ ഓട്ടം CNG ഫുള്ളാക്കി 616 രൂപക്ക് ഫുള്ളായി. പിന്നെ ഫുഡ് കഴിക്കുക, കുറച്ചേരം റെസ്റ്റ് എടുക്കുക. നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചത് ഈ ഹോട്ടലിൽ നിന്നാട്ടോ. ഈ വിടം നല്ല നാടൻ ചോറും സാമ്പാറും മീൻ പൊരിച്ചതൊക്കെ കിട്ടും. ഇതിൻ്റെ മുൻഭാഗം അവിടെ ട്രെയിൻ പോകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇവിടെ ഈ പാലത്തിൻ്റെ ചുവട്ടിലതാ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ റെസ്റ്റ് എടുത്തു. ഇനി വൈകുന്നേരം ഇങ്ങനെ ഓടാം. ഹലോ, ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. എന്നാലും പിന്നെ ഞാൻ രാവിലെ ഓടി 11:30 വരെ ഓടി ഒരു 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷം ഒക്കെ ലോക്കൽ ട്രിപ്പ് കേട്ടോ. CNG അടിച്ചു, പിന്നെ ഭക്ഷണം കഴിച്ചു, ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഒരു 6 മണി 6:30ക്കാണ് ഞാൻ ഇറങ്ങിയത് വൈകുന്നേരം. പിന്നെ അതിൻ്റെ ശേഷം വലിയൊരു ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഒരു ട്രിപ്പ് ഒരു 130 രൂപേൻ്റെ ഒരു ട്രിപ്പോ അങ്ങനെ എത്രയാണ് അടിച്ചത്. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഇന്നലത്തെ രാത്രിക്കത്തെ ഓട്ടം അവസാനിപ്പിച്ചു. 12 മണി വരെ ഇരുന്നു കേട്ടോ അവിടെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്കായിട്ട്. കാരണം എനിക്ക് ഇൻ്റർസിറ്റി ഓൺ ആവാത്തത് കൊണ്ട് സിറ്റിയിലുള്ള ഓട്ടങ്ങളെ കിട്ടുള്ളൂ. അപ്പം രാത്രി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. ഇൻ്റർസിറ്റി ഓണായി കഴിഞ്ഞിട്ട് അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പം ഞാൻ പിന്നെ ഒരു 11:30 ആയപ്പോൾ 11:00 ആയപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് വന്ന് നേരെ ഇവിടെ വന്ന് വണ്ടിയിൽ തന്നെ കിടന്നു ഉറങ്ങി. ഇപ്പോൾ എണീറ്റ് പള്ളിയിൽ പോയിട്ട് അന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഇന്നത്തെ ഓട്ടത്തിന് ഇറങ്ങട്ടെ. അപ്പോൾ ഇന്നലത്തെ ഓട്ടം ഇന്ന് രാവിലെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ തീർക്കുകയാണ്, ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബായ്. ഇന്നലത്തെ നമ്മളെ ഏണിങ്സ് കാണിച്ചിട്ടില്ല കേട്ടോ. ഇതാണ് 1459. ഇതിൽ ഒരു 120, 160 രൂപേൻ്റെ ഓട്ടം മാത്രമാണ് ഞാൻ രാത്രി ഓടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ രാവിലെ ഓടിയ ഓട്ടമാണ്. രാവിലെയാണ് എനിക്ക് കാര്യമായിട്ട് ഓട്ടം കിട്ടിയത്. പക്ഷെ ആ 11:30 ആയപ്പോൾ ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനിരുന്നു. അതിരിക്കാതെ കുറച്ച് സമയം കൂടി ഓടായിരുന്നു. ആ സമയത്താണ് കുറച്ച് ഓട്ടമുള്ളത്. ഇൻ്റർസിറ്റി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, സിറ്റിയിലെ ഓട്ടം മാത്രം ആയതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാവും നോക്കാം. ഇന്നത്തെ ഓട്ടം തുടങ്ങട്ടെ. അപ്പോൾ ഓക്കെ. ഇതിൽ ഈ 1459 രൂപയ്ക്ക് ഓടിയിൽ ആദ്യം ഞാനൊരു 630 രൂപക്ക് CNG അടിച്ചു. പിന്നെ ഒരു ലാസ്റ്റ് ഞാൻ 12 മണിക്ക് സൈഡാക്കുന്ന സമയത്ത് വീണ്ടും ഒരു 260 രൂപക്ക് CNG അടിച്ചിട്ടു. അപ്പോൾ 800 സംതിങ് നമുക്ക് CNGക്ക് പോയി. പിന്നെ ഫുഡ് ഒക്കെ ആയിട്ട് നോക്കാം. ഇന്ന് എങ്ങനെ പോകും നോക്കാം. അപ്പോൾ ഓക്കെ, വീണ്ടും ബൈ.